അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വഹാബത്തും വിശുദ്ധ ഖുർആനും എന്ന എപ്പിസോഡിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. അൻസ്വാരികളിൽപ്പെട്ടവരാണ്, ഖസ്റജി ഗോത്രക്കാരനാണ്. കാത്തിബുൽ വഹി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുത്തുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നവരുമാണ് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അവിടുന്ന് 11 വയസ്സായിരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഖുർആനിലെ ചില സൂറത്തുകൾ മഹാനവറുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. നബിത്തങ്ങൾ വന്ന സമയത്ത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ സൂറത്തുകൾ ഓതി കൊടുക്കുന്നുണ്ട്. നബിത്തങ്ങളത് കേട്ടപ്പോൾ ആ കുട്ടിയിൽ വലിയ താല്പര്യം ജനിക്കുകയാണ്. വലിയ സന്തോഷമായി തോന്നി. ചെറിയൊരു കുട്ടിയല്ലേ, ഈ ഖുർആനോത്ത് ഇങ്ങനെ കേട്ടപ്പോൾ വലിയ സന്തോഷം. മഹാനവറുകൾ ബദറിലും ഉഹദിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, ചെറിയ കുട്ടിയാണല്ലോ. പക്ഷേ ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, മുസ്ലിങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടയാളാണ്, മഹാനവറുകളുടെ അവസ്ഥ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ ഉഹദിൽ ചെന്ന് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയത്താണ് അവിടെ എത്തുന്നത്. ചെന്ന് കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് സലാം അടക്കിയതിന് ശേഷം സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് സ്വർഗത്തിൻ്റെ വാസന എത്തിയിരിക്കുന്നു എന്ന ഒരു സന്തോഷം അവിടുന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഏതായാലും അതിനുശേഷമുള്ള എല്ലാ യുദ്ധങ്ങളിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടുണ്ട്. ഖന്തക്ക് യുദ്ധം നടക്കുന്ന സമയത്ത്, കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് മണ്ണ് തലയിലേറ്റി കൊണ്ടുപോകുന്ന ആളുകളിൽ പെട്ട ഒരാളായിരുന്നു മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയാണല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മണ്ണേറ്റി കൊണ്ടുപോകുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ അവിടുന്ന് പറയുകയാണ്, ഇന്നഹു നിഅമൽ ഉലാം, സെയ്ദ് നല്ലൊരു കുട്ടിയാണ്, സെയ്ദ് നല്ല മോനാണ് എന്നവിടുന്ന് പറയുന്നുണ്ട്. മറ്റൊരു സംഭവം കാണാം. തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് ബനു നജ്ജാർ ഗോത്രത്തിലെ പതാക ആദ്യം വഹിച്ചിരുന്നത് ഉമാറത്ത് ബിൻ ഹസ്മ് റളിയല്ലാഹു അൻഹു ആണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് മാറ്റി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉമാറ റളിയല്ലാഹു അൻഹു എന്ന് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്താണ് എന്നെ അതിൽ നിന്ന് മാറ്റിയത്, എന്തെങ്കിലും പ്രശ്നം എനിക്കുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏയ് അതൊന്നുമല്ല, സെയ്ദ് നിങ്ങളെക്കാൾ കൂടുതൽ ഖുർആൻ കൊണ്ട് മികച്ച ആളാണല്ലോ, ഖുർആൻ ഏറ്റവും കൂടുതൽ പഠിച്ച ആളാണല്ലോ, അപ്പോൾ ഖുർആനിനെ മുന്തിക്കാം എന്ന നിലക്കാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മുന്തിച്ചത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവവും നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹി എഴുത്തുകാരനാണ് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഖുർആൻ മനഃപ്പാടമാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് ഖുർആൻ കേൾക്കുകയും അതുപോലെ മനഃപ്പാടമാക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഖുർആൻ പഠിച്ച മനഃപ്പാടമുള്ള ഒരുപാട് ഹാഫിളീങ്ങൾ കൊല്ലപ്പെട്ട സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും കൂടി ഈ ഖുർആൻ ജംഅ് ചെയ്യാൻ വേണ്ടി, അത് ഒരുമിച്ച് കൂട്ടി എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് മഹാനവറുകൾ 2 പ്രാവശ്യം ഹജ്ജിനും പോകുന്നുണ്ട്, അതുപോലെ ഷാമിലേക്കും ഒരു യാത്ര പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ തൻ്റെ ഭരണം നോക്കാൻ തൻ്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തത് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഹജ്ജിന് പോകുന്ന സമയത്ത് തൻ്റെ പ്രതിനിധിയായി സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ് നിയോഗിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, സെയ്ദേ, നിനക്ക് സുരിയാനി ഭാഷ അറിയുമെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, എന്നാൽ നീ പഠിക്കണം, കാരണം
ഒരുപാട് രാജാക്കന്മാരുടെ കത്തുകളൊക്കെ വരുന്നത് ആ ഒരു ഭാഷയിലാണ്. അപ്പോൾ അതറിയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം, അതുകൊണ്ട് നീ അത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു പഠനം തുടങ്ങി. 17 ദിവസം കൊണ്ട് സുറിയാനി ഭാഷ മുഴുവനും മഹാനവറുകൾ പഠിക്കുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുന്ന കത്തുകൾ വായിച്ചു കൊടുക്കുന്നതും അതിന് മറുപടി എഴുതുന്നതൊക്കെ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹത്വം പറയുന്നുണ്ട്. എൻ്റെ ഉമ്മത്തിൽ അനന്തരാവകാശ നിയമം ഏറ്റവും കൂടുതൽ അറിയുന്ന ആള് അത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആരെങ്കിലും ഒരാൾക്ക് അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ പോയിട്ട് പഠിക്കണം എന്നും പറയുന്ന സംഭവം നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്വഹാബത്തിനിടയിൽ വലിയ സ്ഥാനമുള്ളവരായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മഹാനവറുകൾ വാഹനം കയറുന്ന സമയത്ത് വാഹനത്തിൻ്റെ ചവിട്ട് പിടിച്ചു കൊടുക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണല്ലോ. ഇത് കണ്ടപ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, നിങ്ങളിത് ചെയ്യല്ലേ, നിങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ പണ്ഡിതന്മാരോടും ഞങ്ങളുടെ മഹാന്മാരോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഖിദ്മത്ത് എടുക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ച് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ചുംബിച്ച സംഭവവും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ സ്വഹാബത്ത് വലിയ സ്ഥാനം നൽകിയവരായിരുന്നു മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ വഫാത്താകുന്നത് ഹിജ്റ 45-ലാണ്. 54 വയസ്സായിരുന്നു ആ സമയത്ത് മഹാനവറുകൾക്കുണ്ടായിരുന്നത്. വഫാത്തായപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഈ ഉമ്മത്തിലെ പണ്ഡിതനാണ് ഇപ്പോൾ വഫാത്തായത്, ഇനി അദ്ദേഹത്തോട് പകരം നിൽക്കാൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രമേ ഇനി ജീവിച്ചിരിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവവും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇത്തരം സ്വഹാബിമാരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.